എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വണ്ടൂരിൽ ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി ജുനൈദ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പോലീസിനെയും ഭരണകൂട ശക്തികളെയും ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പരീക്ഷകൾക്കകത്ത് ആ ചോർച്ച സംഭവിച്ച പരീക്ഷാ പേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത്, ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രങ്ങൾക്കകത്ത്, തെരുവോരങ്ങൾക്കകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധവും സമരവുമാണ് ജനാധിപത്യ രീതിയിൽ ഇന്ന് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. ആ സമരത്തെ, ജനാധിപത്യപരമായിട്ടുള്ള നടത്തുന്ന സമരത്തെ, ആ സമരങ്ങളെ പോലീസിനെയും അവിടെയുള്ള സേനയെയും ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ നീതിയും കാണിക്കാത്ത രൂപത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ന് 1947 മുന്നേ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെയാണോ അടിച്ചമർത്താൻ ഉപയോഗിച്ചത്, സമാനമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെ ഇന്ന് BJPയുടെ ഗവൺമെന്റ് അവർ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള സമരങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 തുടങ്ങിയതാണ്. 2014 തുടങ്ങി 2026 ആയപ്പോഴേക്കും ഇന്ത്യയിലെ കർഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന വലിയ ജനസമൂഹങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ നടത്തിയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങളുണ്ട്. ആ സമരങ്ങളെ എല്ലാം അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കാതെ, അതിനു പരിഹാരം കാണാതെ, തന്റെ കൈകളിൽ അധികാരമുണ്ട് എന്ന ഹുങ്കിന്റെ ബലത്തിൽ, അധികാരമുണ്ട് എന്നുള്ള അഹങ്കാരത്തിന്റെ ബലത്തിൽ അവിടെ അടിച്ചമർത്തപ്പെടുന്നു. അടിച്ചമർത്തപ്പെടുന്ന സമയങ്ങളിൽ ഇന്ത്യയിൽ ആകെ തെരുവോരങ്ങൾക്കകത്ത്, ഗ്രാമാന്തരങ്ങൾക്കകത്ത് സകലമാന യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തും. അത്തരം പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ വർഗീയത മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചർച്ചയെ വഴിമാറ്റുന്നവരായിക്കൊണ്ട് ഇന്ത്യയിലെ BJPയും അതിന് നേതൃത്വം നൽകുന്ന RSS ഭരണകൂടവും ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് തികച്ചും അനീതിയാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് വരുന്ന യുവതികളും യുവാക്കളും അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് വലിയ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തുന്നത്. ഈ സമരത്തിന്റെ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഈ മുദ്രാവാക്യമുണ്ട്. ഈ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ്. ആ രാജിവെക്കുന്നത് വരെ ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രങ്ങൾക്കകത്തും അതിന്റെ ഭാഗമായിക്കൊണ്ട് തെരുവോരങ്ങൾക്കകത്തും ഉജ്ജ്വലമായിക്കൊണ്ടുള്ള സമരങ്ങൾക്കകത്ത് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി ഷൈജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പി രജീഷ്, CP പ്രണവ്, പി അജീഷ്, KM അജയ്, M നിതിൻ ദാസ്, TP രഹനാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.